കണ്ണ് കാണാത്തവും പരീക്ഷണാണ്, കണ്ണ് കാണുന്നതും പരീക്ഷണാണ്. നടക്കാൻ പറ്റാത്തവും പരീക്ഷണാണ്, നടക്കാൻ പറ്റുന്നതും പരീക്ഷണാണ്. ഇങ്ങനെ ഓരോന്നും റബ്ബിന്റെ പരീക്ഷണാണ്. വലനബ്ലുവന്നകും മിനൽ, തീർച്ചയായും റബ്ബ് നിങ്ങളെ പരീക്ഷിക്കും. ഭയം കൊണ്ട് റബ്ബ് പരീക്ഷിക്കും. പണ്ടുകാലത്തൊക്കെ ഭയം എന്ന് പറഞ്ഞാൽ ശത്രുക്കളെയും പേടിക്കേണ്ടി അല്ലേ? റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ നമസ്കരിക്കുമ്പം കൂർത്ത അമ്പുകളെ കൊണ്ട് സ്വന്തം മുതുക്കത്ത് അമ്പേറ്റ് വീണ സഹാബത്തുണ്ട്. നമസ്കരിക്കാൻ സമ്മതിക്കാതെ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കൊടൽമാലകൾ തോളിലിട്ടവരുണ്ട്. മദീനയിൽ ഒരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ത്യാഗം സഹിച്ച സഹാബത്തുണ്ട്. ഇന്ന് നമ്മളെ നാട്ടിൽ വലിയ പള്ളിയുണ്ട്. റമദാൻ കഴിഞ്ഞാൽ സുബഹിക്ക് ഒന്നാമത്തെ സഫിൽ 10 ആൾ തന്നെ ഉണ്ടാവും. പള്ളി പരീക്ഷണ, ആരോഗ്യം പരീക്ഷണ. എന്തിനു മനുഷ്യരെ ഉറങ്ങാൻ പറ്റുന്ന പടച്ചോന്റെ ഒരു പരീക്ഷണവുമാണ്, നിയമത്വമാണ്. 3 ഗുളിക കുടിച്ചാൽ മാത്രം ഉറങ്ങാൻ പറ്റുന്നവര് നമ്മളെ കൂട്ടത്തിലുണ്ട്. ഒരു രാത്രി കടന്നുറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതോടറിയും നമ്മൾ എത്രമാത്രം സൗഭാഗ്യത്തിലായിരുന്നു ജീവിച്ചത് എന്ന്. ഇതൊക്കെ റബ്ബ് നമുക്ക് നൽകും. സമ്പത്തിൽ കുറവ്, മക്കളിൽ കുറവ്. എന്തിനു വേണ്ടി? വബശ്ശിരി സ്വാബിരീൻ, അവരിൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക നബിയെ. നമുക്ക് പറ്റുന്നതേ പടച്ചോൻ നമുക്ക് തന്നിട്ടുള്ളൂ. നമ്മളെ കൊണ്ട് പറ്റാത്തതൊന്നും റബ്ബ് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അള്ളാന്റെ ദീനിലും ദുനിയാവിലും നമ്മളെ കൊണ്ട് പറ്റണതേ പടച്ചോൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ ചിലര് ചോദിക്കും, എന്നിട്ട് ഇന്ന് കുറെ പരീക്ഷണങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടല്ലോ കുടുംബത്തില്. ഒരു കുടുംബത്തിലും സ്വൈര്യല്ലല്ലോ, സാമ്പത്തിക രംഗത്തൊരു സമാധാനമല്ലല്ലോ, പൈസ എത്ര കിട്ടിയിട്ടും തികയുന്നില്ലല്ലോ, കടബാധ്യതകളൊക്കെ കൂടുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാ? അള്ളാന്റെ നിയമത്തിൽ നിന്നും നമ്മൾ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാറി. നമ്മളെ ആവശ്യത്തിനും നമ്മളുടെ ചിന്തകൾക്കും അനുസരിച്ച് നമ്മൾ മാറി. അള്ളാന്റെ ദീനിനല്ല കുഴപ്പം ആണോ? വിവാഹം ഇസ്ലാമിൽ ഏറ്റവും ലളിതമാ. സഹാബാക്കൾക്കോ പിന്തുടർച്ചക്കാർക്കോ താബീയങ്ങൾക്കോ താബീയങ്ങൾക്കോ അബൂ ഹുറൈറയുടെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന രംഗണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. അബൂ ഹുറൈറ മദീനത്തെ പള്ളിയിലൊന്ന് കണ്ണോടിക്കും. ഒരാഴ്ച, ഒരു മാസം, 3 മാസം നോക്കും. സ്ഥിരമായിട്ട് ജമാഅത്തിന് വരുന്ന ഒരു ചെറുപ്പക്കാരനെ 2-3 ദിവസം കാണുന്നില്ല. അബൂ ഹുറൈറ ഒരു ദിവസം സുബഹി നിസ്കരിച്ചവന്റെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ 4 പറക്കമുറ്റാത്ത മക്കൾ ആ ചെറുപ്പക്കാരന്റെ തോളിൽ കൂടെ കളിച്ചോണ്ടിരിക്കുക. അബൂ ഹുറൈറ ചോദിച്ചു, സഹോദര എന്തേ പള്ളിക്ക് വരാത്ത്? അദ്ദേഹം പറഞ്ഞു, അബൂ ഹുറൈറ, എൻ്റെ ഭാര്യ മരണപ്പെട്ടു. 3 ദിവസങ്ങൾക്ക് മുൻപ് എൻ്റെ ഭാര്യ മരണപ്പെട്ടു. എനിക്ക് എൻ്റെ മക്കളെ വിട്ടു പോരാൻ പറ്റുന്നില്ല. ആ മക്കളുടെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ എന്നെ കണ്ടിട്ടില്ലെങ്കിൽ അവർ സങ്കടപ്പെടുന്നു. അത് കേട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വേഗം വീട്ടിലേക്ക് മടങ്ങി. മകന്റെ മകളെ അടുത്തേക്ക് വിളിച്ച് ചോദിച്ചു, മോളെ, ദുനിയാവിൽ നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഭർത്താവിനെ ഈ വല്യപ്പ കണ്ടെത്തി തരട്ടെ. ആ പെൺകുട്ടി സമ്മതം മൂളി പെൺകുട്ടീൻ്റെ കൈ പിടിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സ്വഹാബി പെൺകുട്ടീൻ്റെ ബാപ്പനെയും കൂട്ടിയിട്ട് ആ സ്വഹാബിന്റെ വീട്ടിലെത്തി. ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഇതെന്റെ പേരക്കുട്ടിയാണ്, അവളുടെ വാപ്പയാണ്, നിങ്ങൾ തമ്മിൽ കൈകൊടുത്ത് വിവാഹബന്ധത്തിൽ ഏർപ്പെടുക. കഴിഞ്ഞു. നിന്നെ കൊണ്ട് സാധിക്കുന്ന മഹർ ആ പെൺകുട്ടിക്ക് കൊടുക്കുക. ഇന്നോ നമ്മൾ വരുത്തി വെച്ച ഫിത്നകൾ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങി അല്ലേ? കണ്ടുപോകുന്നതിന് ശേഷം പിന്നീട് കുടുംബക്കാര് വക ഭക്ഷണങ്ങള്, അതിനേക്കാൾ അപ്പുറം വസ്ത്രങ്ങള്, സ്വർണ്ണാഭരണങ്ങള്, ബ്രേസ്ലെറ്റുകള്, മിഠായി ഗോപുരങ്ങൾ 10,000-ന്റെയും 25,000-ന്റെയും 40,000-ന്റെയും ലക്ഷത്തിന്റെയും. കഴിഞ്ഞ ദിവസം ഒരു കല്യാണം മുടങ്ങി. എന്താ കാരണം? പ്രതീക്ഷിച്ച 30,000-ന്റെ മുട്ടായിയാ. ഓൻ കൊണ്ടുകൊടുത്ത 6,000 ഉറുപ്പ്യന്റെ മുട്ടായി. പിറ്റേന്ന് നേരം വെളുത്തപ്പം വീട്ടിന്റെ മോന്തായത്ത് കൊണ്ടുവച്ചിട്ട് കുടുംബക്കാർ പറഞ്ഞു, ആള് മുന്നോട്ടില്ല, ഞങ്ങൾക്ക് താല്പര്യമല്ല. എന്ത് കുറഞ്ഞിട്ടാ? മുട്ടായി കുറഞ്ഞിട്ട്. നമ്മൾ വരുത്തി വെച്ച ഫിത്തിന. ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോട് നമ്മളെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്തെ മഹലിൽ രാത്രി 2:30 മണിക്ക് കാറ് മുഖേന 4 ചെറുപ്പക്കാരെ നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തേ കാരണം? ലൈസൻസ് ഇല്ല, അമിത വേഗത. വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, വാപ്പ ഗൾഫിലാണ്, ഓന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ എന്നോട് 5,000 ഉറുപ്പ്യ വാങ്ങിപ്പോയതാണ്. മക്കളുടെ ബർത്ത്ഡേ 6 കൊല്ലം നമ്മൾ ആഘോഷിച്ചു. 7ാമത്തെ കൊല്ലം മക്കൾ അറിയും, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം എനിക്കൊന്ന് പോകാണ്ട് 10,000 ഉറുപ്പ്യ എനിക്ക് അയച്ചുതരാൻ പറയുന്നു. നിയന്ത്രിക്കാൻ പറ്റിയോ? വിവാഹത്തിന്റെ തലേന്ന് മഞ്ഞ, പിറ്റേന്ന് ചുവപ്പ്, അതിന്റെ പിറ്റേന്ന് വെളുപ്പ്, പിന്നീട് അങ്ങോട്ട് 100,000 ആഘോഷങ്ങൾ. നമ്മൾ വരുത്തി വെച്ച ഫിത്തിനെ നമ്മൾ അനുഭവിക്കുന്നുള്ളൂ. അല്ലാണ്ട് പടച്ചോന്റെ ദീനിൽ അത് നമ്മൾ ഇടങ്ങാറാക്കിയിട്ടില്ല. ആ പരീക്ഷണങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് അനുഭവിക്കുകയും വേണം, അള്ളാന്റെ അടുത്ത് ഉത്തരം പറയുകയും വേണം, കണക്ക് പറയുകയും വേണം. അതല്ലാതെ പടച്ചോൻ തരുന്ന പരീക്ഷണങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിൽ വരും. ആരോഗ്യരംഗത്ത് വരും, മക്കളുടെ മരണത്തിന്റെ രീതിയിൽ വരും, അപ്രതീക്ഷിതമായ അപകടങ്ങളുടെ രൂപത്തിൽ വരും. അങ്ങനെ ഏത് പ്രയാസം നമ്മളെ നേരെ വന്നാലും
ആദ്യം നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് വല്ലാഹി മഅസ്വാബിരീൻ, റബ്ബ് ക്ഷമാശീലരുടെ കൂടെയാ. അത് പറയാൻ എളുപ്പ, പ്രസംഗിക്കാനും എളുപ്പ. എന്നാലും ഒരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ വന്നാൽ മതി, എനിക്ക് വിധിച്ചതേ പടച്ചോൻ എനിക്ക് തന്നിട്ടുള്ളൂ, ആള് മാറിയതല്ല. പടച്ചോൻ ആള് മാറ്റിയതുമല്ല. നമ്മൾ എന്തെങ്കിലും റബ്ബിനോട് ചെയ്തതിൻ്റെ പേരിലും ആയിക്കൊള്ളണമെന്നില്ല. എന്നെ ഒരു പക്ഷേ വിചാരണയില്ലാതെ സ്വർഗത്തിലെത്തിക്കാൻ പടച്ചോൻ തന്നതാവാം എൻ്റെ ദാരിദ്ര്യം, എൻ്റെ സൂക്കേട്, എൻ്റെ മനപ്രയാസം എന്ന് ചിന്തിക്കണം. എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു മാഷുണ്ടായിരുന്നു. അദ്ദേഹം ഏത് പരിപാടിക്ക്, ടൂറാവട്ടെ എന്താവട്ടെ, നമുക്കൊക്കെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. പ്രാസംഗികനും അല്ല, മൊയ്ലിയാരും അല്ല, മൗലവിയും അല്ല, പള്ളി കമ്മിറ്റിയും അല്ല. പക്ഷെ ഇത്രക്ക് ഡീസൻറ്റിൽ പടച്ചോൻ്റെ ദീന് കൊണ്ടെടുക്കുന്ന ഒരു മനുഷ്യൻ ഞാനൊക്കെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം റിട്ടയർമെൻ്റ് ആയത് 58-ാമത്തെ വയസ്സിൽ, 56-ാമത്തെ വയസ്സിൽ, 57-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുന്നുണ്ട്. കാരണം റിട്ടയർമെന്റ് കഴിഞ്ഞ് വീട്ടിൽ ഭാര്യനെയും കുട്ടി ഹജ്ജും ചെയ്ത് സന്തോഷത്തോടെ ഇരിക്കുമ്പം നിർത്താത്തൊരു തുമ്മല്. പരിശോധിച്ചപ്പോൾ പറഞ്ഞു ലെൻസ് കയറിയിട്ടുണ്ട്, അധികം ഉണ്ടാവില്ല കേട്ടോ. 14 ദിവസം അദ്ദേഹം വേദന കൊണ്ട് പൊളഞ്ഞു കിടന്നു. അന്ന് ഞങ്ങൾ 4-5 സുഹൃത്തുക്കൾ ചേർന്നിട്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പുളിക്കൽ തിരൂരങ്ങാടി ഭാഗത്തേക്ക് പോയി. വേദന കൊണ്ട് പൊളയുന്ന മനുഷ്യൻ ഒരട്ടയെപ്പോലെ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടന്ന് വേദന കൊണ്ട് സഹിക്കുമ്പോൾ കണ്ടു നിൽക്കുന്ന നമ്മൾ പോലും കണ്ണറിയുമ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറയാ, നിങ്ങൾ ബേജാറാവരുത് കേട്ടോ, പടച്ചോൻ എന്നെ വേഗം സ്വർഗത്ത് കൊണ്ടുപോകാൻ വിചാരിച്ചിക്ക്, എന്തോ കുറച്ചും കൂടി ക്ലിയർ ആവാനുണ്ട്, അത് പടച്ചോൻ അങ്ങ് ക്ലിയറാക്കി വേദനിപ്പിച്ച് മാറ്റുകയാണ്. എന്തൊരു മനസ്സാന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അള്ളാഹുന്ന സ്വർഗത്തിലേക്ക് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയോ കുറച്ചുകൂടി എനിക്കൊന്ന് ഇവിടുന്ന് ക്ലിയർ ആവാനുണ്ട്, അത് ഇവിടുന്ന് എന്നെ പടച്ചോൻ അങ്ങോട്ടൊന്ന് ക്ലിയർ ആക്കി തന്നാൽ പിന്നെ കവറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ബേജാറുമില്ല, സ്വർഗത്തിൻ്റെ വാതിൽ പടച്ചോൻ തുറന്നിരും, പിന്നെ അവിടുന്ന് അങ്ങോട്ട് എനിക്ക് സമാധാനമായിരിക്കും. അതൊന്നും എനിക്ക് ക്ലിയർ ആവാൻ പടച്ചോൻ തന്നൊരു 14 ദിവസത്തെ വേദനയാന്ന് പറഞ്ഞ് കരിഞ്ഞ മനുഷ്യൻ 16-ാമത്തെ ദിവസം ഞാൻ കേട്ടത് മരണവാർത്തയാണ്. പരീക്ഷണങ്ങളെ അങ്ങനെ നേരിട്ടവരുണ്ട്. പടച്ചോൻ അതിന് തന്നതാ നമ്മളെ. എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ നമ്മളെ അള്ളാഹു ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മൾ അള്ളാന്റെ കൂടെ നിൽക്കുവോ, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പടച്ചോനെ കൈവിട്ടു പോകുമോ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമോ? അതല്ല ഈ പറഞ്ഞതുപോലെ തന്നിഷ്ടപ്രകാരം ഞാനിങ്ങനെ കുറേ നിസ്കരിച്ചു, നോമ്പ് വെച്ചു, ആൾക്കാർക്കൊക്കെ കൊടുത്തു, എന്നിട്ടും ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്നതിലേക്ക് അവൻ്റെ മനസ്സ് പാളുന്നുണ്ടോ എന്ന് പടച്ചോൻ പരീക്ഷിക്കുക. അവിടെ മുൻഗാമികളായ പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ ഓർമ്മിക്കണം. അള്ളാഹു തെരഞ്ഞെടുത്ത പടച്ച റബ്ബിൻ്റെ പ്രിയപ്പെട്ട ഖലീലുള്ള കൂട്ടുകാരൻ ആരാ മക്കളെ കൊടുക്കുന്നത്? അല്ലാ. ആരാ സോക്കേട് മാറ്റുന്നത്? അല്ലാ. ആരാ മനുഷ്യന്റെ ദാരിദ്ര്യവും സമ്പത്തൊക്കെ തീരുമാനിക്കുന്ന? അല്ലാ. ആ അള്ളാഹു തെരഞ്ഞെടുത്ത ഖലീലുള്ള ഇബ്രാഹിം നബിക്ക് 99-ാമത്തെ വയസ്സുവരെ മക്കളില്ല. സക്കരിയ നബിക്ക് മക്കളില്ല. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രോഗം ബാധിച്ചിട്ട് ശരീരം അങ്ങോട്ടോട്ട് വ്രണമായി ദുർഗന്ധം പരത്തുന്ന ശരീരവുമായിട്ട് ആ നാട്ടിൽ ഇങ്ങനെ ഒറ്റക്ക് കിടക്കുക. കാരണം അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ കൊടുക്കുന്ന പരീക്ഷണം എന്നിലേക്ക് അവരടുക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാ. അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവാചകന്മാർക്ക് കൊടുത്ത പരീക്ഷണത്തേക്കാൾ കൂടുതൽ നമുക്ക് തന്നിട്ടില്ല. ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി മനുഷ്യരെ. 3 ആൺകുട്ടികളെ പടച്ചോൻ ഭാര്യമാരിലൂടെ പ്രസവിപ്പിച്ചു, കയ്യിലെടുത്തു, അബുൽ കാസിം എന്ന് വിളിച്ചു, അബ്ദുള്ള എന്ന് വിളിച്ചു. ആൺകുട്ടീനെ കണ്ട് പ്രവാചകൻ പുഞ്ചിരിച്ച് സന്തോഷിച്ചു നിൽക്കുന്നതിൻ്റെ ദിവസങ്ങൾക്കപ്പുറം 3 ആൺകുട്ടികളെയും പടച്ചോൻ അങ്ങ് കൊണ്ടുപോയി. നാട്ടുകാർ പറഞ്ഞു, വാലറ്റവൻ, എനിക്ക് ഉണ്ടാവില്ലടാ ആൺകുട്ടികൾ, ഈ ഞങ്ങളെ ലാത്തന്റെ കബറിങ്ക പോരുത് എന്ന് പറഞ്ഞോനല്ലേ, ഞങ്ങളെ ഉസ്സന്റെ അടുത്ത് ഈ ദ്വാരക്കരുത് എന്ന് പറഞ്ഞോനല്ലേ, ഈ ഞങ്ങളെ കബറും ബിംബറും അതേപോലെ ബിംബങ്ങളൊക്കെ തച്ചടച്ചോനല്ലേ, നീയാണ് വാലറ്റവൻ, എനിക്ക് ആൺകുട്ടികൾ വായൂല എന്ന് റസൂലുള്ളാഹിനെ കുറ്റം പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പുഞ്ചിരിയോടെ പറഞ്ഞു, എൻ്റെ റബ്ബ് അർ-റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമാ. കാരണം കുടിക്കുന്നവന്റെ ആമാശയവും പടച്ചോൻ ദഹിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അള്ളാഹ് വിചാരിക്കുകയാണ്, ഒരുത്തൻ ഹറാമായത് വയറ്റിക്ക് കൊണ്ടുപോയാൽ അത് ദഹിക്കരുത്, എൻ്റെ തീരുമാനമാണ് അത് എന്ന് തീരുമാനിച്ച ഈ ഇരിക്കുന്ന ഒരൊറ്റ മനുഷ്യന്റെ വയറ്റുന്ന ഒരു സാധനം പുറത്തേക്ക് പോകില്ല. ഹറാമ് തിന്നിട്ടും ഹറാമ് കുടിച്ചിട്ടും ഓനെ അള്ള കാക്കുന്നുണ്ട്, നല്ല നിലക്ക് ജീവിക്കുന്നവരെയും പടച്ചോൻ കാക്കുന്നുണ്ട്. വായു പടച്ചോൻ വിശ്വാസികൾക്ക് മാത്രമല്ല അവിശ്വാസികൾക്കും കൊടുക്കുന്നുണ്ട്. വെള്ളം അള്ളാഹു വിശ്വാസികൾക്ക് മാത്രമല്ല അവിശ്വാസികൾക്കും കൊടുക്കുന്നുണ്ട്. കാരുണ്യവാനാണ് റബ്ബ്. റബ്ബ് നിങ്ങളെ പരീക്ഷിക്കുന്നത് എത്രത്തോളം നിങ്ങൾ അള്ളാന്റെ അരികിലേക്ക് ചേരുന്നുണ്ട് എന്നറിയാനാ. എല്ലാറ്റിനും ഒരു അവധിയുണ്ട് ദുനിയാവിൽ, അത് നമ്മൾ ആയുസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതൊന്നും അനുഭവിക്കേണ്ടി വരൂല. ഇത്രയും കാലം ജീവിച്ചതിൻ്റെ കണക്കാ പിന്നെ നോക്കാൻ പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും
നമ്മൾ ഇല്ലാണ്ടായാലും ദുനിയാവ് പോകെങ്കിൽ, നമ്മൾ ഇല്ലാണ്ടായാലും മഴ പെയ്യെങ്കിൽ, നമ്മൾ ഇല്ലാണ്ടായാലും നമ്മളെ കുടുംബക്കാർ ജീവിക്കെങ്കിൽ, നമ്മൾ ഇല്ലാണ്ടായാലും നമ്മളെ മക്കളും ഭാര്യയും ജീവിക്കെങ്കിൽ അവർക്ക് വേണ്ടിയാണോ നമ്മൾ മത്സരിക്കേണ്ടത്? മണ്ണിലേക്ക് വെക്കുമ്പം കൂടെ പോരുന്ന പടച്ചോനും നമ്മളെ അമലുകൾക്കും വേണ്ടിയാണോ നമ്മൾ ജീവിക്കേണ്ടത്? ആ ചിന്തയാണ് പരീക്ഷണത്തിൽ ഒരു വിശ്വാസിയെ ക്ഷമിക്കാൻ പ്രേരിപ്പിക്കേണ്ടത്. അതാണ് റബ്ബിലേക്കുള്ള ഏറ്റവും വലിയ ക്ഷമയും. രണ്ടാമതായി അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം. നമുക്ക് ഓരോരുത്തർക്കും പടച്ച റബ്ബ് നിശ്ചയിച്ചത് നമ്മളെ തേടി വരും, അതുറപ്പാ. അതിൽ യാതൊരു സംശയവും വേണ്ടട്ടോ. അള്ളാഹ് നമുക്ക് വിധിച്ചിട്ടുണ്ട്, അത് നമ്മളെടുത്ത് തന്നെ എത്തും. ഞാൻ ഉദാഹരണം പറയാറുണ്ട്. ആന്ധ്രയിലെയും ഗുജറാത്തിലെയും ഹൈദരാബാദിലെയും നെൽപ്പാടങ്ങളിൽ വിളഞ്ഞു നിൽക്കുന്ന കതിരുകളിൽ നിന്ന് 100 കണക്കിന് ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. പാവപ്പെട്ട കർഷകർ അത് വേർതിരിച്ചെടുത്ത് ചാക്കുകളിലാക്കി കഴുകി ഉണക്കി വൃത്തിയാക്കി മറ്റു ചാക്കുകളിലൂടെ അത് കോഴിക്കോട്ടേക്ക് തീവണ്ടി മാർഗം കേരളത്തിലേക്ക് വിടുന്നു. തീവണ്ടി മാർഗം എത്തിയത് കോഴിക്കോട് വലിയങ്ങാടിയിലെത്തുന്നു. വലിയങ്ങാടിയിൽ നിന്ന് നന്മണ്ടയിലെ പലചരക്ക് കടയിലെത്തുന്നു. എൻ്റെ വീടിൻ്റെ മുൻഭാഗത്തുള്ള ബാബുച്ചേട്ടൻ്റെ കടയിൽ നിന്ന് ഞാൻ എൻ്റെ മക്കളെ പറഞ്ഞയച്ചപ്പോൾ കിട്ടിയത് 50 ചാക്കിൽ നിന്ന് തീരാറായിരിക്കുന്ന 24 കിലോ അരിയിൽ നിന്ന് 10 കിലോ ഞാൻ വാങ്ങുന്നു. ആ 10 കിലോ അരിയിൽ നിന്ന് ഒരു സേറെടുത്തിന്റെ ഭാര്യ ചോറ് വെക്കുമ്പം ഉച്ചക്കൊരു പിടി വറ്റിന്റെ വയറ്റിലെത്തുന്നുണ്ടെങ്കിൽ ആന്ധ്രയിൽ വിളയുന്ന നെൽക്കതിരിൽ പടച്ചോൻ എൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ പള്ളെ തന്നെ എത്തും. അതൊരാൾക്കും തടയാൻ ഈ കൂട്ടത്തിലുള്ളവർക്ക് പറ്റൂല. അതാണ് റബ്ബ് പറഞ്ഞതും, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. റബ്ബ് നിങ്ങൾക്ക് വിധിച്ചത് തടയാൻ ലോകത്തൊരാളെ കൊണ്ടും പറ്റൂല. നിങ്ങൾക്കെതിരെ തന്ത്രം മെനയുന്നവർ, നിങ്ങൾക്കെതിരെ ശത്രുത ഭാഗത്തുള്ളവർ, നിങ്ങളെ പരിഹസിച്ചവർ, നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്തു തരാമെന്ന് വാശി കാണിച്ചവർ ആരുണ്ടായിക്കോട്ടെ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത, ഒരിക്കലും റബ്ബ് നിനക്ക് നൽകുന്നത് തടയാൻ ഒരാളെ കൊണ്ട് പറ്റൂല. വലാ മുഅ്തിയ ലിമാ മനഅത, എന്നാ പടച്ചോൻ തരൂല എന്ന് വിചാരിച്ചു, എൻ്റെ ചുണ്ടുമെന്ന് അല്ല അങ്ങ് കൊണ്ടുപോകും. ചുണ്ടുമെന്ന് പടച്ചോൻ കൊണ്ടുപോകും. അതൊരു വീഡിയോ നമ്മൾ കണ്ടിട്ടില്ലേ? ആശിച്ച് മോഹിച്ച് വാങ്ങിയ ഒരു ഷവർമ എടുത്തിട്ട് ഒരു സാധു ഇങ്ങനെ കഴിക്കാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്നൊരു പരുന്ത് വന്ന് കൊത്തിയങ്ങ് കൊണ്ടുപോകും. അതൊരു ഭൗതിക ഉദാഹരണം മാത്രം. ദാ കിട്ടി ലാഭം കിട്ടി, കച്ചവടം നടന്നു എന്നുള്ള കോലത്തിലെത്തിയിട്ടുണ്ടാകും, തട്ടിപ്പോയിട്ടുണ്ടാവും. തുടക്കത്തിൽ വലിയ ലാഭം കണ്ട് നമ്മൾ വിചാരിക്കും പടച്ചോൻ നമുക്ക് വാരിക്കോരി തന്നതാണ്, ഒന്നടങ്കം അടി കൂടെ പടച്ചോൻ അങ്ങ് കൊണ്ടുപോയിട്ടുണ്ടാവും. ആരോഗ്യത്തോടെ ജീവിക്കുന്ന നമ്മൾ വിചാരിക്കും നല്ല പവറാണ്. പക്ഷേ ആരോഗ്യം കൊണ്ട് സമ്പാദിച്ചതും കള്ളത്തരം കാണിച്ചതും ഒക്കെ 10 ദിവസം സുക്കേടായി കിടക്കുന്നതോടുകൂടി പടച്ചോൻ അങ്ങ് കൊണ്ടുപോകും അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, പടച്ചോൻ ആരോഗ്യത്തെക്കാളും വലിയൊരു അനുഗ്രഹം ഒന്നും നമുക്ക് തന്നിട്ടില്ല എന്ന് തോന്നും. കാരണം എനിക്ക് ഡയാലിസിസിന് ഇക്രയിൽ കിട്ടിയത് പുലർച്ചെ 1:30 മുതൽ 5 മണി വരെയാ. കൂടെ പോരാൻ ആളില്ല. ഒരുപാട് ആൾക്കാരെ വിളിച്ചു നോക്കി, മക്കൾക്ക് മതിയായി. കുടുംബത്തിലെ പലരും സഹായിച്ചു. ഇന്നേക്ക് 7 മാസമായി. കിട്ടിയ സമയം പുലർച്ചെ 1:30 മുതൽ 5 മണി വരെ. തീർന്നു പവർ. ഒരൊറ്റ ആഴ്ച പോയാൽ മതി. ബാത്റൂമിൽ പോകുമ്പോൾ ഒരൊറ്റ ബ്ലഡിന്റെ തുള്ളി കണ്ടാൽ മതി. ഒരായുസ് കൊണ്ട് സമ്പാദിച്ചതൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് പടച്ചോൻ കൊണ്ടുപോകും. നമ്മൾ പറയലില്ലേ, ഒരു മനുഷ്യന്റെ കിഡ്നി മാറ്റി വെക്കാനാണ്, അല്ലെങ്കിൽ ഡയാലിസിസിന്റെ വിഷ്യന്റെ ഉപയോഗം എന്താ? അവന്റെ രക്തമെടുത്തിട്ട് ശുദ്ധീകരിച്ച് വേറെ ഞരമ്പ് കൂടെ ശരീരത്തിൽ കയറ്റും. ആ സാധന പടച്ചോൻ തന്ന ഉള്ളിലത്തെ കിഡ്നി. ആ കിഡ്നി ഒരു ഡയാലിസിസ് മെഷീൻ 5 കൊല്ലം ഒരു വാറണ്ടി പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ അതിൻ്റെ സർവീസിന് ഈടാക്കപ്പെടുന്നത് 50,000-ന്റെ മേലേക്കാണ്. ഞാൻ 42 വയസ്സായി. 42 കൊല്ലം ഈ കിഡ്നിക്ക് ഒരു മെയിൻ്റനൻസ് പടച്ചോനോട് വാങ്ങിയിട്ടില്ല. എന്തെങ്കിലും ഒരു സർവീസ് ചാർജ് പടച്ചോനോട് ചോദിച്ചിട്ടില്ല. എന്തെങ്കിലും ഒന്ന് പടച്ചോൻ വേണം എന്നോട് വാശി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിനെ സ്നേഹിച്ച് ജീവിക്കണം എന്ന് മാത്രമേ പടച്ചോൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ചിലർ ചോദിക്കുന്ന കേടാകുന്നുണ്ടല്ലോ. ചിലത് റബ്ബിന്റെ പരീക്ഷണ, അത് അള്ളാഹു താല അവർക്ക് ആ വേദന കൊണ്ടും പരീക്ഷണം കൊണ്ടും ഓലെ പരലോകം ഹൈറാക്കും. പക്ഷെ ഇന്ന് നമ്മൾ വരുത്തി വെക്കുന്നതുണ്ട് ഫിത്തിന. അതറിയണേ. ഇപ്പൊ റോട്ടുമത് കൂടെ ഒന്നും നടന്നാൽ മതി. എൻ്റെ നാട്ടിൽ നിന്ന് നന്മണ്ടയിൽ നിന്ന് കോഴിക്കോട് സിറ്റി വരെ എനിക്ക് എത്താൻ എടുത്തത് 35 മിനിറ്റാ. അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്താൻ 3/4 മണിക്കൂറാ. എന്ത് കാരണം? കരിച്ചതും പൊരിച്ചതും വേട്ടാളനും പൊട്ടിത്തെറിച്ചതും തിന്നാൻ ക്യൂ നിൽക്കുക ഈ ജനത. കേരളത്തിലുള്ള 10ഓളം ആശുപത്രികളിൽ അതിൽ 3 കോഴിക്കോട് ജില്ലയിലേത് യൂറോപ്യൻ രാജ്യക്കാർ ഏറ്റെടുത്തു. അമേരിക്കൻ കമ്പനി. പേരുകേട്ട കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ 3 അരുതാലയങ്ങൾ, ആശുപത്രികൾ, മിംസ്, ബേബി, മൈത്ര, അമേരിക്കൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വൈദ്യരംഗത്ത്
കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന യൂറോപ്യൻ കമ്പനി 7000